ശാസ്ത്രലോകം സ്നേഹത്തോടെ OP എന്ന് വിളിച്ചിരുന്ന ഓപ്പർച്യൂണിറ്റി റോവർ 2003 ജൂലൈയിൽ ഭൂമിയിൽ നിന്ന് യാത്ര തിരിച്ച് 2004 ജനുവരി 25-ന് ചൊവ്വയിലെ മെരിഡിയാനി പ്ലാനം എന്ന സമതലത്തിലിറങ്ങി. വെറും 90 ദിവസത്തെ ആയുസ് മാത്രം വിഭാവനം ചെയ്തുകൊണ്ട് നാസ അയച്ച ഈ റോവർ പക്ഷേ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് 15 വർഷത്തോളം ചൊവ്വയിൽ പര്യവേക്ഷണം നടത്തി. ചൊവ്വയിൽ ഒരു കാലത്ത് ദ്രവരൂപത്തിൽ വെള്ളമുണ്ടായിരുന്നു എന്നതിനും ജീവൻ നിലനിൽക്കാൻ അനുയോജ്യമായ സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നതിനും വ്യക്തമായ തെളിവുകൾ നൽകിയത് ഓപ്പർച്യൂണിറ്റിയാണ്. 2018 ജൂണിൽ ചൊവ്വയിലുണ്ടായ ഭീകരമായ ഒരു പൊടിക്കാറ്റ് ഓപ്പർച്യൂണിറ്റിയുടെ സൗരോർജ്ജ പാനലുകളെ പൊടികൊണ്ടു മൂടി. ഇതോടെ ബാറ്ററി ചാർജ് ചെയ്യാൻ കഴിയാതെ റോവർ നിശ്ചലമായി. 8 മാസത്തോളം നാസയിലെ ശാസ്ത്രജ്ഞർ OPയെ ഉണർത്താൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അവസാനമായി ഓപ്പർച്യൂണിറ്റി ഭൂമിയിലേക്ക് അയച്ച സന്ദേശം ലോകത്തെ കണ്ണീറണിയിക്കുന്നതായിരുന്നു. മൈ ബാറ്ററി ഈസ് ലോ ആൻഡ് ഇറ്റ്സ് ഗെറ്റിംഗ് ഡാർക്ക്. ചൊവ്വയുടെ ഉപരിതലത്തിലൂടെ 45 കിലോമീറ്ററിലധികം ദൂരം OP സഞ്ചരിച്ചു. 2 ലക്ഷത്തിലധികം ചിത്രങ്ങൾ ഭൂമിയിലേക്ക് അയച്ചു. 2019 ഫെബ്രുവരി 13-ന് നാസ ഔദ്യോഗികമായി ഈ ദൗത്യം അവസാനിപ്പിച്ചു. ഒരു യന്ത്രമെന്നതിലുപരി മനുഷ്യന്റെ ജിജ്ഞാസയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമായി ഓപ്പർച്യൂണിറ്റി ഇന്നും ചൊവ്വയുടെ മണ്ണിൽ വിശ്രമിക്കുന്നു.